തുടക്കം തന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് ഒരു സോറി ചോദിച്ചിട്ട് ഈ വീഡിയോ തുടങ്ങുകയാണ്. ബിക്കോസ് ഒരാഴ്ചയായി ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഐ എം വെരി ലേറ്റ്. ഞാൻ വേറെ കുറേ ടോപ്പിക്കിൻ്റെ പിന്നാലെ കുറച്ചധികം കാര്യങ്ങൾ അന്വേഷിച്ച് പോയതുകൊണ്ട് തന്നെ കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഈ നഴ്സിനുണ്ടായ ഈ ഒരു ദുരവസ്ഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ, എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ വഴുകി. നിങ്ങൾ ടി വി ചാനലുകളിലും പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബാക്കി ചാനലുകൾ, യൂട്യൂബ് ചാനലുകളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു മലപ്പുറക്കാരൻ എന്നുള്ള നിലയ്ക്ക് കുറ്റിപ്പുറത്തുള്ളവർ കാണേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു ടോപ്പിക്കാണത്. ഓക്കെ, അതാണ് ഈ മലപ്പുറം കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ അമീന എന്നു പേരുള്ളൊരു നഴ്സിന് സംഭവിച്ച ദുരവസ്ഥയാണ്. എൻ്റെ വീഡിയോ കാണുന്ന മെജോറിറ്റി ആളുകളും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന, ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. വർക്ക് പ്രഷർ, വർക്ക് ലോഡ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഇമ്മൻസ് എമൗണ്ട് പ്രഷർ അതൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഹെഡിൽ ഹൂവർ അവരിൽ നിന്നൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മളുടെ ലൈഫിൽ വരുന്ന ഒരു തരം ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വിചാരിക്കും എന്തിനാണ് ഈ ജീവിതം. അങ്ങനെ ജീവൻ അവസാനിപ്പിച്ച ഒരു കുട്ടിയാണ് അമീന. 20 വയസ്സാണ് ഈ കുട്ടിക്ക്. കുറ്റിപ്പുറത്തുള്ള അമാന ഹോസ്പിറ്റലിൽ ഈ കുട്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമാണ്. കുട്ടി നഴ്സാണ്, ഇൻറ്റേൺഷിപ്പിലായിരുന്നു. ഇൻറ്റേൺഷിപ്പിൽ അറിയാലോ, ഒരു 6,000 രൂപയൊക്കെയാണ് ഈ കുട്ടിക്ക് സാലറി കിട്ടിയിട്ടുള്ളത്. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ 15-ാം തീയതി ഈ കുട്ടിക്ക് അവിടുന്ന് ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കി ആ കുട്ടിക്ക് പോരാം എന്നുള്ളൊരു നിലയ്ക്ക് കാര്യങ്ങളെത്തി. അതിനിടയിൽ കുറച്ച് ഇൻസിഡൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്. സോ 15-ാം തീയതി ഈ കുട്ടിക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടുന്ന് റിവീൽ ചെയ്ത് പോരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടി പോയിട്ട് സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത്. സോ അതിനുള്ള കാരണക്കാരൊക്കെ, റീസൺ എന്തൊക്കെ, ഇതൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയിലെ ഹോസ്റ്റലിൽ അമീനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഗുളികകൾ കഴിച്ച് അബോധാവസ്ഥയിലായ അമീനയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ആത്മഹത്യക്ക് കാരണം ആശുപത്രി ജനറൽ മാനേജറായ അബ്ദുൾ റഹ്മാന്റെ മാനസിക പീഡനമാണെന്നാണ് കൂടെ ജോലി ചെയ്തവരുടെ ആരോപണം. അന്ന് ഫസ്റ്റ് നമ്മളവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഫസ്റ്റ് കോൾ വരുന്നത്. ഫസ്റ്റ് കോൾ വന്നപ്പോൾ ഇവളോട് നീ എന്താണ് അവിടെ, എനിക്ക് കുറേ പണി വന്നിട്ടില്ലേ, അത് നോക്കി എന്നാൽ മതിയില്ലേ, നീ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് വിളിച്ചിട്ട് പറഞ്ഞ ക്യാബിനിലേക്ക് വന്നുള്ള രീതിയിൽ സംസാരിക്കും. പിന്നെ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ക്യാബിൻ്റെ ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. മുമ്പും നിരവധി പേർ ഇയാളുടെ മാനസിക പീഡനത്തിന് ഇരയായെന്നും ആരോപണമുണ്ട്. പലർക്കും ജോലി അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ഇയാൾക്കെതിരെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരും മുമ്പ് ജോലി ചെയ്തവരും ഉൾപ്പെടെ 10ഓളം പേർ കുറ്റിപ്പുറം പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പരാതിപ്പെടൽ നമ്മളങ്ങനെ എഴുതിയിട്ട് പരാതി കൊടുക്കണം എന്നുള്ള രീതിക്ക് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞത് എഴുത്തായിട്ടുള്ള പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്കാവും. പക്ഷെ ഞങ്ങൾ എല്ലാവരും നേരിട്ട് പോയി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ച് പറഞ്ഞതാണ് ഇതിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിറ്റേന്ന് എന്നോട് ഇറങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. പരാതി ഉയർന്നതോടെ അബ്ദുൾ റഹ്മാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്നും ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു വ്യക്തിയുടെ പേരുണ്ട്. മാനേജ്മെൻറ്റിനുള്ള ഇൻവോൾവ്മെൻറ്റ് പോലീസുകാർ അന്വേഷിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഈ മാനേജ്മെൻറ്റ് പിരിച്ചു വിട്ടു എന്ന് പറയുന്ന പ്രശ്നക്കാരനായ ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാൻ, അതാണ് അയാളുടെ പേര്, അബ്ദുൾ റഹ്മാൻ. ഞാൻ ഇതിൽ കംപ്ലീറ്റ് ആ ഒരു മാനേജ്മെൻറ്റിനെയാണ് ആദ്യം പറയുക. ഓക്കെ, ഒരു ആശുപത്രിയുടെ മാനേജർക്ക് അവിടുത്തെ ആളുകളിലേക്ക് ഇത്രത്തോളം പ്രഷർ ഇടാൻ മാത്രം ഒരു പവർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും, അല്ലേ? മാനേജറിലേക്ക് കൊടുക്കുന്ന പ്രഷറുണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, മനസ്സിലായോ? പ്രോഫിറ്റ് കൂട്ടണം, വർക്ക് ചെയ്യുന്ന ആളുകളുടെ മണിക്കൂർ കൂട്ടി അവരെന്ത് ചെയ്യണം, മിൽക്ക് ചെയ്തെടുത്ത് അവരെ പിഴിഞ്ഞ് ചണ്ടിയാക്കണം എന്നൊക്കെ ഉള്ള മാനേജ്മെന്റ് പ്രഷർ ഒരു മാനേജർക്ക് കിട്ടുമ്പോഴാണ് ഒരു മാനേജർ എന്ത് ചെയ്യുന്നത്,
അവിടെയുള്ള സ്റ്റാഫിൻ്റെ തലയിൽ കയറുന്നത്. അല്ലെങ്കിൽ ഒരു സൈക്കോ ആയിരിക്കണം ഈ മാനേജർ. ഒരു സൈക്കോ മാനേജർക്കൊക്കെ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ അണ്ടറിലുള്ള ആളുകൾ വെറും അടിമകളാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഈ കേസിൽ എന്താണ് കൃത്യമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? മാനേജ്മെന്റും കൂടി ഇൻവോൾവ് ആണോ, അതോ മാനേജറിന്റെ ഈ ഒരു സൈക്കോ തരം കൊണ്ടാണോ ഈ കുട്ടിക്ക് ഈ ഒരു ദുരവസ്ഥയിൽ കാര്യങ്ങൾ ചെന്ന് എത്തേണ്ട ഒരു അവസ്ഥ വന്നതെന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഈ പോലീസ് അന്വേഷണം എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ കുട്ടികൾ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ മാനേജറുടെ ഇഷ്യൂസ് പറഞ്ഞ് ചെന്ന സമയത്ത് അവരത് നെഗ്ലക്റ്റ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം പറയാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ പോലീസുകാർ ആ വരുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി അവർ പറയണം വരുന്ന ആളുകളോട്, നിങ്ങൾ കംപ്ലൈൻറ്റ് എഴുതി തന്നാൽ മാത്രമേ നമുക്കത് ടേക്കപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് കുറ്റിപ്പുറത്തെ കുറച്ച് മെയിൻ ടീംസാണ് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിലുള്ളത് എന്നുള്ളത് അറിയുമ്പോൾ അവർക്ക് കേസ് എടുക്കാൻ ശേഷം പാടായിട്ട് തോന്നും. ഏത് അറിയാലോ, എല്ലാ നാട്ടിലുള്ള സിറ്റുവേഷൻ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ. ഒരാളെക്കുറിച്ച്, ഒരു സ്ഥാപനത്തിലെ ഒരു മാനേജറെ കുറിച്ച് അവിടുത്തെ ജീവനക്കാർ തന്നെ കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു എന്ന് അവർ പറഞ്ഞിട്ടും അതിലൊരു നടപടി എടുക്കാത്ത പോലീസുകാർ ഇനി അന്വേഷിച്ച് ഈ ആളുകളൊക്കെ കണ്ടുപിടിക്കുന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. ഇപ്പം ഇതിനൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മേ ബി അവർ ചിലപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് ഇതിലേക്ക് പോകുമായിരിക്കും. എന്നാലും മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന ആളുകൾ ഇതൊക്കെ അട്ടിമറിച്ച് ഇല്ലാതാക്കും. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി നേഴ്സാവാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പഠിത്തം കഴിഞ്ഞതിന് ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ വെറും തുച്ഛമായ സാലറിക്ക് കയറി ജോലി ചെയ്യുക. ലാസ്റ്റ് പേടിയാണ് മനസ്സിനകത്ത്. ഇത് നേഴ്സ് എന്നല്ല, കുറേ അധികം പ്രൊഫഷണൽസിനുള്ളൊരു വിഷയമാണ്. അവരുടെ ഇന്റേൺഷിപ്പ് ടൈമിലും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഒരു സമയത്തും അവരെ കൊണ്ട് ലിറ്ററലി ഒരു പട്ടീനെ കൊണ്ട് എടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹരാസ്മെന്റിൽ പണിയെടുപ്പിക്കുന്ന പരിപാടി പല മാനേജ്മെന്റും പല മാനേജേഴ്സും ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇനി എത്ര കാലം ഈ വിഷയം ഡിസ്കസ് ചെയ്താലും ഇതിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ ഒരു എൻ്റെ പെർട്ടിക്കുലർ വീഡിയോയുടെ കമന്റ് ബോക്സ് ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഹരാസ്മെന്റ് അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ആ മാനേജ്മെന്റിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് കോൾ ഔട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കമ്പനി അല്ലെങ്കിൽ മാനേജ്മെന്റ് ഏതാ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. കാരണം സർക്കാരോ ഇവിടുത്തെ സിസ്റ്റോ ഇവിടെ ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊരു കമ്പനിയിൽ മാത്രമല്ല, ഇതെല്ലാം ഇപ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എടുത്ത് നോക്കിയാൽ അവിടെ കാണാം, സ്കൂളും കോളേജും എടുത്ത് നോക്കിയാൽ അവിടെ കാണാം, കമ്പനികളിൽ നോക്കിയാൽ അവിടെ കാണാം മാനേജറും ബാക്കി സ്റ്റാഫും. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സീനിയർ ഓഫീസർ ബാക്കി ഓഫീസർമാർ. ഇനി നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർമാരും കുട്ടികളും. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, ഈ വേടൻ പറയുന്ന അടിമത്തത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ജാതി മതം നിറമല്ല ഇവിടുത്തെ ഇപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പൊളിറ്റിക്സ് എന്താ അറിയോ, ഇതേപോലെ അടിമകളായിട്ടൊരു വർക്ക് സ്പേസിൽ ജീവിക്കേണ്ട അവസ്ഥ വരുന്ന ജോലിക്കാരുടെ അവരുടെ ശബ്ദമുണ്ട്. അവർ സൈലന്റ് ആണ് ഭയങ്കരമായിട്ട്. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ജോലി പോകും. മനസ്സിലായില്ലേ? അങ്ങനത്തെ അവസ്ഥയിൽ കൂടി ദിവസവും കടന്നു പോകുന്നത്. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത്, കോളേജിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഇപ്പം എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അയ്യോ ഇന്നിപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് പേടിയാവും സ്കൂളിൽ പോകാൻ ചില സമയത്ത്, ചില ടീച്ചർമാരെയൊക്കെ ആലോചിക്കുമ്പോൾ. അതുപോലെയാണ് ഇപ്പോൾ കുറേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഈ IT പ്രൊഫഷണൽസൊക്കെ, എസ്പെഷ്യലി കുറേ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ അതാ. പാവങ്ങൾ രാവിലെ ബാഗും തൂക്കി ഭക്ഷണവും വെച്ച് അങ്ങനെ അങ്ങോട്ട് കമ്പനി പോകുമ്പോൾ മനസ്സിനകത്ത് ഫുള്ള് പേടിയാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, മാനേജർ വിളിച്ച് ചീത്ത പറയും, ഇന്ന് കോൺഫറൻസ് കോൾ ഉണ്ടാവും, വീഡിയോ കോൾ ഉണ്ടാവും, ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ അപമാനിക്കും. ഇങ്ങനെ ജീവിച്ചു പോകുന്ന എത്ര പേരുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഞാൻ എന്താണെങ്കിലും ഭാഗ്യവാനാണ്. എനിക്ക് ബോസായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ മുകളിലൊരു ബോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂവേഴ്സാണ്. അതിലും കൂടുതലൊന്നുമില്ല. ആരോടും ഉത്തരവും പറയണ്ട. ഞാൻ പറയുമ്പോൾ എല്ലാവരും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് ഒരു സൈഡിൽ കൂടി ഒരു ഇൻകം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പം ഞാൻ പറയുന്നവരൊരു അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊരു കുറച്ച് സമയം എടുത്താലും നിങ്ങൾക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ആവും. മനസ്സിലായോ? കഷ്ടപ്പെട്ട് നിങ്ങളൊരു കമ്പനിയിൽ ഒരാളെ സഹിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നെത്തും. ഒരു ലേഡി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്, കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അമീന എന്ന് പറയുന്ന കുട്ടി എൻ്റെ അനിയത്തിൻ്റെ കൂടെ നഴ്സായിട്ട് വർക്ക് ചെയ്ത കുട്ടിയാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി രാവിലെ മുതൽ ഉച്ച വരെ അത്രയും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിരുന്നൊരു കുട്ടി. ഉച്ചയ്ക്ക് ശേഷം കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൻ്റെ GM അബ്ദുറഹ്മാൻ ആളുടെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടുന്ന് കുട്ടിയെ ഹറാസ്മെൻറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ആൾ റൂമിൽ പോയിട്ട് കുറച്ച് മെഡിസിൻസ് കഴിച്ച് മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടിയും അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരുപാട് സ്റ്റാഫ്സ് ഇയാളുടെ ഹറാസ്മെൻറ്റ് കാരണം ഒരു സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവരാണ്. 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമീന എന്ന് പറയുന്ന ഈ കുട്ടി ഇവളുടെ ഈ ഒരു ജോലി കംപ്ലീറ്റ് ആക്കി, ഈ ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കി നാട്ടിലേക്ക് റിട്ടേൺ പോകേണ്ട കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു 2 ദിവസം പോലും സഹിക്കാൻ പറ്റാതെ അത്രയും കുട്ടിയെ ഹറാസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള ഒരു കാര്യം. ആ ഒരു കുറച്ച് സമയം കൊണ്ട് ആ കുട്ടിക്ക് അവിടെ എന്ത് സംഭവിച്ചു. ഇതിപ്പം മുന്നത്തെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഹറാസ്മെന്റ് എല്ലാം സഹിച്ച് അല്ലെങ്കിൽ ഇയാളുടെ എതിർത്ത് പറയാത്ത കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഫ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളൊരു ബ്രീഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണുള്ളത്. അതല്ല ഇയാളെ എതിർത്ത് സംസാരിച്ച് അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഷോർട്ടായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പേടിച്ചിട്ടാണ് ആരും ഇതുവരെ ഒന്നും മിണ്ടാഞ്ഞത്. ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നവരെ ആരും ഒന്നും മിണ്ടാതെ നിന്ന് ഇതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇത്രയും ബോൾഡ് ആയിട്ടുള്ളൊരു കുട്ടി, അന്ന് രാവിലെ വരെ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടി, ആ ഒരു കോൺവെർസേഷന് ശേഷം ആ കുട്ടിയുടെ അത്രയും ഇമോഷണലി അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും സഹിക്കവയ്യാത്ത എന്തൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. ഇയാളുടെ ഹറാസ്മെന്റ് സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ നോക്കിയിട്ട് വേണം അവരുടെ കുടുംബം പോകാനെന്നുള്ളത് പേടിച്ചിട്ട് ഒരു കാര്യം മിണ്ടാതെ ഇപ്പോഴും അത് സഹിച്ച് നടക്കുന്ന ഒരുപാട് സ്റ്റാഫ്സ് ഈ ഹോസ്പിറ്റലിലുണ്ട്. മരണപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അമീനയ്ക്കും അതുപോലെ തന്നെ ഈ ഹറാസ്മെന്റ് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് അവർക്ക് നീതി കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഈ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും അതുപോലെ തന്നെ GM അബ്ദുറഹ്മാനെതിരെ ഞങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 24 hours FIR ഫയൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അവൾക്കുള്ള നീതി കിട്ടണം. അതുപോലെ തന്നെ അവർക്ക് ഇവളത് ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ശിക്ഷയും വാങ്ങിക്കൊടുക്കണം. ഒരു കുട്ടിയുടെ ജീവൻ പോയതിന് ശേഷവും കുറ്റിപ്പുറത്തുള്ള നാട്ടുകാർ ഇനിയും ഈ പറഞ്ഞ മുതലാളിമാരുടെ മസിൽ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറിനൊക്കെ വീണ് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറത്തുള്ള നാട്ടുകാരോടൊന്നും പറയാനില്ല. സ്വാഭാവികമായിട്ട് മലപ്പുറക്കാരെ എനിക്കറിയാം, ചങ്കു കുറച്ച് കൊടുക്കുന്നവരാണ് നമ്മൾ. ഒരു കുട്ടിയുടെ ജീവൻ പോയത് ചില്ലറ കളിയൊന്നുമല്ല. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പലരുടെയും ജീവൻ രക്ഷിക്കാനുള്ള ഒരു സ്ഥലമാവും. പക്ഷെ അതേ സ്ഥലത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ ഉപദ്രവിച്ച് അവരുടെ ജീവൻ കളയുന്ന ഒരു മാനേജ്മെൻ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പൂട്ടിക്കെട്ടിക്കുക എന്നുള്ളത് സ്ഥാപനം. മനസ്സിലായില്ലേ? അപ്പം പല വേർഷൻസും വരാം. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള അതിൻ്റെ മുതലാളിമാർക്ക് ഈ GM ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വേർഷൻസൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുതലാളിമാരും ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനിലുള്ളവരൊക്കെ പറയുന്നില്ല പാഴുകളായിരുന്നോടാ. ഒരു സ്ഥാപനം തുടങ്ങി വെക്കാൻ മാത്രമേ നിങ്ങൾക്കറിയൂ. അതൊരു ഹോസ്പിറ്റൽ തുടങ്ങി വെച്ചിട്ട് ആഴ്ചയ്ക്ക് അതിനെന്ത് കൂടണം, മീറ്റിങ്ങും കാര്യങ്ങളും കൂടി അവിടുത്തെ അപ്ഡേറ്റ്സ് എടുത്ത് അവിടെ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ചോദിക്കാൻ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ബുദ്ധിബോധമുള്ളവനല്ലേ ഇത് തുടങ്ങാൻ പാടും. അല്ലെങ്കിൽ അതിനെപ്പറ്റി ആളുകളെ വെക്കണം. അല്ലാതെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടിട്ട് അത് പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി, നാട്ടുകാരെ എങ്ങനെയും കുത്തിപ്പിഴിയുക, അതിന് വേണ്ടിയിട്ട് അവിടെ ഉള്ളവരെ എത്രയും പ്രഷർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു മാനേജറിനെ വെച്ചിട്ട് പോകണമാണോ നിങ്ങളെ പരിപാടി? അങ്ങനെയാണെങ്കിൽ ഈ ഒന്നും എന്ത് ചെയ്യണ്ട, അതിന് സ്ഥാപനം നടത്തണ്ട എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ നാട്ടുകാർ പൂട്ടിച്ചേരും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകളില്ലെങ്കിൽ ഈ മാനേജർ കാണിച്ച ഈ ചെറ്റത്തരത്തിന് പോലീസുകാരുടെ ഒപ്പം അന്വേഷണത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ട് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകാൻ പറ്റണം. മനസ്സിലായില്ലേ? പിന്നെ എല്ലാ ആസ്പെക്ട്സും ഇതിൽ അന്വേഷിക്കണം. മാനേജർക്ക് ഈ പ്രഷർ എവിടുന്ന് വരുന്നു എന്നുള്ളൊരു സംഗതി കൊണ്ടില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഈ മാനേജർക്ക്, അല്ലെങ്കിൽ മാനേജർക്ക് കൊടുക്കുന്ന പ്രഷർ. മനസ്സിലായില്ലേ? ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാവും. അപ്പം എന്താണെങ്കിലും ഈ കുട്ടി ജീവൻ അവസാനിപ്പിക്കുന്ന ആ ഒരു ദിവസത്തിൽ ഈ കുട്ടിയെ ഹാപ്പി ആയിട്ട് കണ്ടവരുണ്ട്. ഈ മാനേജറുടെ ക്യാബിനിലേക്ക് പോയതിനു ശേഷമാണ് ഈ കുട്ടിയുടെ ഹാപ്പിനെസ് പോകുന്നത്. അതും ഇവരുടെ ക്യാബിന് അടുത്തുള്ള ഒരു കൗണ്ടറിൽ ഇരുന്ന റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ മാനേജർ ഈ കുട്ടിയോട് ഷൗട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലല്ലേ, എല്ലായിടത്തും CCTV ക്യാമറ കാണും. ഞാൻ പറയുമ്പോൾ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ഗവൺമെൻറ്
മാൻഡേറ്ററി ആയിട്ട് എന്ത് പറയണമെന്നറിയോ, നിർബന്ധമാക്കി അതിനൊപ്പം മൈക്കും കൂടി വെപ്പിക്കണം. ഞാൻ പറയുമ്പോൾ എന്താ നടക്കണേന്നുള്ളതിൻ്റെ സൗണ്ടും കൂടി റെക്കോർഡാവട്ടെ. അതിനെങ്ങനെ അവിടെ CCTV ക്യാമറേനെ ചില സമയത്തൊന്നും ചിലയിടത്ത് ഉണ്ടാവില്ല, വർക്ക് ചെയ്യൂല. ഇനിയിപ്പോൾ വർക്ക് ചെയ്തു ഉണ്ട് എന്നുള്ള സംഗതി അന്വേഷണത്തിന് ഭാഗമായിട്ട് വരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അത് കട്ടായി കിടക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കത്തിപ്പോകും, അങ്ങനത്തെ പരിപാടിയൊക്കെ വരും. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഈ കുട്ടി അത്ര ബോൾഡായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വിഷയം ചെയ്യുന്ന കുട്ടിയല്ല എന്നുള്ളത് പലരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഇനി ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവളൊപ്പം. അപ്പോൾ ഇവിടെ റിസൈൻ വരുന്നത് 15-ാം തീയതി. ഇന്നാണ് അവൾ ശരിക്കും റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് ഒരുപാട് വട്ടം ഇവിടെ അയാളുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അയാൾ നല്ല അപ്രോച്ച് അല്ലായിരുന്നു നമ്മുടെ അടുത്ത്. എന്താ ഭയങ്കരമായിട്ട് മെൻ്റലി ഹറാസ് ചെയ്തിട്ട് അവിടെ ഡൗൺ ആക്കി. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊതുവെ അങ്ങനെ പോണ ഒരാളല്ല. എന്നിട്ട് ശനിയാഴ്ചയാണ് എന്താ ഇവിടെ അയാൾ ക്യാബിനിക്ക് വിളിക്കുന്നത്. അവൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ. അപ്പോൾ എന്താ ഫുഡ് ഓർഡർ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇടയിലാണ് ഇയാളെ വിളിച്ചുകൊണ്ടതിന് ശേഷം അവിടെ എന്താ ഉണ്ടായതൊന്നും ഒന്നും ആർക്കും അറിയില്ല. ഇതിന് മുമ്പ് ഇയാളെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ മാനേജ്മെൻറ്റെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ എങ്ങനെയാണ് പറ്റില്ലെങ്കിൽ നിനക്ക് പോവാം, ഇവിടെ എങ്ങനെയാണ് അയാളെ പറഞ്ഞേക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നീതി കിട്ടൂലെന്ന് അറിയുന്നതുകൊണ്ട് അവൾ സ്വയം അവിടെ നിന്ന് എന്താ റിസൈൻ ചെയ്ത് ഇറങ്ങി പോവുക ചെയ്തു. അപ്പോൾ ഇവിടെ ഇവളെ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് അവകാശപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾ അതിൽ മോശമായിട്ട് എഴുതുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് മുന്നേ. പക്ഷേ അന്ന് വൈകുന്നേരം എന്താണ് അവളോട് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവളത് കേട്ടിട്ട് ഹോസ്റ്റലിലേക്ക് കയറി പോകേണ്ടായത്. ഹോസ്റ്റലിൽ കയറി പോയതിന് ശേഷം ഫ്രണ്ട് തിരിച്ച് അവളെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ മോളിലേക്ക് കയറി പോയത്. മോളിൽ അങ്ങനെ ഹോസ്റ്റലിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇവിടെ മെഡിസിനൊക്കെ കഴിച്ച് മെഡിസിൻ കഴിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം ഉണ്ടാവില്ലല്ലോ. വേറെ ഇവിടെ കുറേ നോക്കി കൈ മുറിച്ചിട്ട് നമുക്ക് നോക്കിയിരുന്നു. പക്ഷേ അതൊന്നുമില്ല. പക്ഷേ മെഡിസിൻ കഴിച്ചത് ഒരു അടയാളം ഒന്നും ദേഹത്തുണ്ടാവില്ലല്ലോ. അതിൻ്റെ അസ്വസ്ഥത അവളപ്പോൾ കാണിച്ചിട്ടുണ്ടായില്ല. ഒരു 10 മിനിറ്റോളം ഇവിടെ അവളോട് സംസാരിച്ച്, പക്ഷേ ഇവള് തിരിച്ചൊന്നും മറുപടി ഒന്നും പറയുന്നുള്ളൂ. സംസാരിക്കണമെന്നൊന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ കരയല്ലാതെ ഒന്നും തിരിച്ചൊന്നും പറയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോവുക ചെയ്തത്, ഒന്നും പറയാതെ. ഇടയിൽ അവൾ പറഞ്ഞിരുന്നു താഴേക്ക് കൊണ്ടുപോയി. അവളെ എല്ലാവരും കൂടി വന്ന് താഴേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ പറഞ്ഞിരുന്നു ഞാൻ മെഡിസിൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. പക്ഷേ അപ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണ്. അതിന് മാത്രം അയാൾ എന്താണ് പറഞ്ഞിരിക്കണമെന്നുള്ള അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അയാൾ പറഞ്ഞാൽ അവൾക്ക് മാനസികമാണ്, എന്താ അവൾക്ക് അഫെയർ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അവൾക്ക് അഫെയറുള്ള അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ്. ഞങ്ങളപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അവൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. അവളൊന്നിനും മരുന്നും കഴിക്കണ്ടായിരുന്നില്ല. ഇയാൾ അങ്ങനത്തെ ഇതൊക്കെയാണ് അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ മാനേജ്മെൻറ്റിൽ തന്നെ ഒരു പരാതി പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലും അവിടെ ഇല്ല. സീനിയേഴ്സ് ആയിക്കോട്ടെ ആരും നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ പോലും നമ്മുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ നമ്മൾ മാത്രമേ സംസാരിക്കുള്ളൂ. ബാക്കി ഒരൊറ്റ ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. ഞങ്ങളുടെ ഏജിലുള്ള കുറച്ച് കുട്ടികളാണ് അവിടെ എന്തെങ്കിലും കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ ആർക്കും ഒരു മനസാക്ഷി ഉണ്ടാവില്ല. ആരും നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ ഡ്യൂട്ടി സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും അതെ, നമ്മളെ പേഴ്സണലി നമുക്ക് എന്ത് പറ്റിയാലും അതെ, ഒരാളും ഒന്നിനും നമ്മൾ അനുഭവിച്ച് നമ്മളപ്പോൾ നിൽക്കില്ല. ഇതൊരു ക്ലിയർ ആയിട്ടുള്ള മൊഴിയാണ് അവരവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ ഈ മരിച്ചുപോയ കുട്ടിയുടെ റിലേഷൻഷിപ്പ്, മരിച്ചുപോയ കുട്ടിക്ക് മാനസികമായ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഈ പന്നിയുടെ മോൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ മാനേജർത് എങ്ങനെ സാധിക്കണോടാ എന്നെ പോലുള്ളവർക്ക്? ഒരു പശ്ചാത്താപമൊന്നുമില്ലേ? എൻ്റെ ഈ വർക്ക് പ്രഷറും എൻ്റെ ഈ തൊള്ളയിലിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കുട്ടി പോയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പശ്ചാത്താപം കണക്കില്ലേ? എൻ്റെ പെരയിലുള്ളവരടുത്താണ് ആരെങ്കിലും ഇതേപോലെ ചെയ്തതെന്നുണ്ടെങ്കിൽ ആൾക്കളകുമോ? നിങ്ങളുള്ള നായ്ക്കൾ എന്തെയാണെന്നറിയോ? നാട്ടുകാർ കൈകാര്യം ചെയ്യണം. ശരിക്കും എന്താ പറയുക, ഈ ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. ഗതികെട്ട കുട്ടികൾ ഇൻറ്റേൺഷിപ്പിന് പോയി പെട്ട് പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ഇവർ ചെയ്യുന്ന എല്ലാ പണിയും നരകത്ത് കൊണ്ടുപോയി ഇട്ട പോലെ ഇരുന്ന് ചെയ്യണവർ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ചിരിച്ച മുഖങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ഉള്ളിനകത്തൊക്കെ ഉണ്ടല്ലോ തീയായിരിക്കുമല്ലോ ഇവർക്കൊക്കെ. എൻ്റെ ഫ്രണ്ടിന് അനുഭവം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞതാണ് ഇവിടെ എങ്ങനെയാണ് പറ്റുന്നവർ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും അവിടെ അങ്ങനെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് എല്ലാവരും ആത്മഹത്യ ചെയ്താലാണ് അവർക്ക് നീതി കിട്ടണമെന്നില്ലല്ലോ. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുന്നിൽ പ്രതിയാവുക ചെയ്യുക. അവിടെ ആ ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെയായിട്ട് അവർ ഈ ന്യൂസ് ഒന്ന് പബ്ലിഷ് ചെയ്യുക. ഒരു ന്യൂസ് ചാനലിലും ലോക്കൽ ചാനൽസിലല്ലാതെ ഒരു ന്യൂസ് ചാനലിൽ ഇത് അത്ര വലിയ വാർത്തയായിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അവിടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും പലരും ഈ വിവരം അറിഞ്ഞിട്ടില്ല ഇതുവരെ.
അവൾ അത്രത്തോളം വിഷമം സഹിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അത് വേറെ ഒന്നിനും പേരില്ല. അയാൾ മെൻ്റലി ഹരാസ് ചെയ്ത് ഒരൊറ്റ കാരണത്തിൽ ഞങ്ങൾ മരിച്ചിരിക്കണം. അയാളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അയാൾക്കാണ്. അവളെ കൊന്നു എന്ന് തന്നെ ഞങ്ങൾ പറയും. ഇതൊക്കെയാണ് അവിടെ നിന്നുള്ള കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ മുമ്പ് വർക്ക് ചെയ്തൊരു സ്റ്റാഫ് മറുനാടൻ അവിടെ പോയി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് മന്തിൽ എനിക്ക് 9,000 സാലറി തന്നിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിലായിരുന്നു ബില്ലിങ്ങും ക്യാഷ്യൂറായിട്ട് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുക. ആ 9,000 തന്നതിൽ 3,500 അവർ അങ്ങോട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഉണ്ട്, കണക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പേഷ്യൻ്റ് ഇപ്പോൾ എമൗണ്ട് അടക്കുന്ന സമയത്ത് ഒരു 31 രൂപ എമൗണ്ട് എന്ന് വിചാരിക്കുക. 1 രൂപ ചിലപ്പോൾ പേഷ്യൻ്റ് തരൂല. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കണം, അല്ലാതെ അവർ 1 രൂപ പോലും അവിടെ ഡിസ്കൗണ്ട് തരൂല. അങ്ങനെയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഓവർ ഡ്യൂട്ടി തന്ന്, അപ്പോൾ തന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ തൊട്ടടുത്ത വീട്, ഹോസ്പിറ്റലിൻ്റെ 4 വീട് അപ്പുറത്താണ് വീട്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞ് ഓവർ ഡ്യൂട്ടി തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഇത്രയും ചെയ്യാൻ. അന്ന് ബ്രജേഷ് എന്ന് പേരുള്ള ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്, ഇവരൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ എമൗണ്ട് തരാം, കാരണം വേറെ സ്റ്റാഫ് ഇവിടെ ഇല്ല, ഓണത്തിൻ്റെ തിരക്കും പിന്നെ ഹിന്ദുസൊക്കെ ആയ കാരണം ഈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നൈറ്റും എല്ലാതും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്തു. പക്ഷേ സാലറി കിട്ടിയ സമയത്ത് കറക്റ്റ് 9,000 ഉണ്ടായിരുന്നുള്ളൂ. ഓവർ ടൈമിൻ്റെ എമൗണ്ട് ഇല്ല. എന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാലറി വേണ്ട, എനിക്ക് ആ എമൗണ്ട് കൂട്ടിയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ എമൗണ്ട് തന്നിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി പോന്നിട്ട്. ഓക്കെ, അപ്പോൾ ഈ ലേഡി ഇപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത്. അവർ തന്നെ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറേ പ്രഷറും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എടുത്ത് വെക്കുന്നില്ല. ഈ കുട്ടിയുടെ പാരൻസിൻ്റെ അടുത്ത് 24 ന്യൂസ് പോയ സമയത്ത് ആ കുട്ടി അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങളും ഒരു വട്ടം ഇതേപോലെ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് ഈ മാനേജറുടെ ഭാഗത്തുനിന്ന് വന്ന സമയത്ത് ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പാരൻസ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവരത് പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോൾ എന്തായാലും 2 മാസമല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ എങ്ങനെയും നിൽക്ക്, ജോലിയാണല്ലോ, എബ്രോഡ് പോകണം, അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് വേണം, ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുള്ള രീതിക്ക് അവിടെ പറഞ്ഞ് സോൾവ് ആക്കി പോകുന്നതെന്നൊക്കെ അവർ പാരൻസ് പറയുന്നുണ്ട്. മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി 7:30 ആയപ്പോൾ വിളിച്ചിട്ട് 9:30 വരെ കൊച്ചി ഞങ്ങോട്ട് സംസാരിച്ചത് വീഡിയോ കോളിൽ. അന്നേരം ഒന്നും ഒരു കാര്യം ഇങ്ങനെ പോകുന്ന കാര്യത്തെ പറ്റി സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ശരിയായി ഉമ്മി, ഇനി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ 2 ദിവസം ഒരു താമസം വരും, അത് 15-ാം തീയതി എന്നുള്ളത് 20-ാം തീയതി ആവുമായിരിക്കും, അത് മേടിച്ചുകൊണ്ടേ ഞാൻ വരുള്ളൂ, വാപ്പിയും എൻ്റെ ഉമ്മയും എൻ്റെ ഞാൻ തന്നെ മേടിച്ച് പോന്നാളാന്നാണ് കൊച്ചിന് പറഞ്ഞത്. അങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് അന്ന് ഫോൺ വെച്ചതാണ്, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഈ 2 കൊല്ലത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഈ കഴിഞ്ഞ മാസം ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടെ ഒരു തവണ അവളുടെ അടുത്ത് പോയായിരുന്നു. അവർ എന്താണ്ടൊക്കെ കുറ്റപ്പെടുത്തും ഇങ്ങനെ വഴക്ക് പറയുകയൊക്കെയാണെന്നും പറഞ്ഞ് ഒരു ദിവസം പോയി അവിടെ അന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവർ തന്നെ മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു 1 മാസം റിസൈൻ ചെയ്തിട്ട് അടുത്ത മാസം ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവൾ നിൽക്കണ OPയിലെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇത്ര അവൾ നിന്നതല്ലേ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ അവർ ഇനി വേണ്ടാത്തൊന്നും എഴുതി വെക്കണ്ട, റിസൈൻ ചെയ്ത് കറക്റ്റ് 1 മാസം ആകുമ്പോൾ 15-ാം തീയതി വെച്ച് 15-ാം തീയതി ഇറങ്ങിക്കോളാൻ പറഞ്ഞത് അവളോട്. അവിടെ എത്തി ഞങ്ങൾ നഹാസാർ അവിടെ ആയിട്ട് സംസാരിച്ചു. നഹാസാറിൻ്റെ കീഴിലാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്നത്. സാറ് പറഞ്ഞ വളരെ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊച്ചിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം നല്ല ക്ലിയർ ആയിട്ടല്ല, ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് പുള്ളിയുടെ കൈ പാടില്ലായിരിക്കുമായിരുന്നു അന്നേരം, ഒരു അപകടത്തിൽപ്പെട്ട് എൻ്റെ കൈ പാടില്ലാണ്ടും കൊച്ചു തന്നെയാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് പേഷ്യൻറ്റിനെ മരുന്നൊക്കെ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങൾ നഹാസാറിനോട് സംസാരിച്ച ഒത്തിനായിരുന്നു. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ GMO ആയിട്ടാണ് മെയിൻ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, എന്തുണ്ടായാലും ആശുപത്രിയിൽ വെച്ച്. ബാക്കി പിള്ളേർക്കൊന്നും ഈ GMO ആയിട്ട് GMOനെ പിള്ളേർക്കെല്ലാം എതിർപ്പാണ് മെയിനായിട്ട്. പക്ഷേ ഈ GMO വന്നേ പിന്നെയാണ് ഈ മാനേജ്മെൻറ്റ് ഇവരെ ഈ പുള്ളീനെ മാറ്റമില്ല. GMO വന്നേ പിന്നെ പിള്ളേരോടെല്ലാം ഭയങ്കര പീഡനങ്ങളാണ്. പണീനെ ഒന്നും അവർ പുള്ളിക്ക് തൃപ്തി വന്നില്ല. പിന്നെ ഓവർ ടൈം പണിയിപ്പിക്കുക, വിശ്രമമില്ലാതെ ഉള്ള കേസുകൾ. മെയിനായിട്ട് അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനായിരുന്നു ആഗ്രഹം കൂടുതൽ. അപ്പം അതുകൊണ്ടാണ് അവരുടെ കഷ്ടത അറിഞ്ഞ് ഇത്രയും നാൾ നിന്നതും. സർട്ടിഫിക്കറ്റിൽ ഇനി വേറെ ഒന്നും അവരാക്കി വെക്കണ്ടല്ലോ എന്നോർത്താണ് 1 മാസം അന്നത്തെ പ്രശ്നം കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ട് സഹിച്ച് അവളവിടെ നിന്നത്. അതായിരിക്കും കാരണം ഞങ്ങളുടെ അടുത്ത് മെയിനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊന്നും.
എല്ലാവരുടെയും മുമ്പിൽ നിർത്തി കുറ്റപ്പെടുത്തി കരയിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അവിടുത്തെ സ്റ്റാഫുകളുടെ മുമ്പിൽ പേഷ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെ എടുത്ത് ഷൗട്ട് ചെയ്ത് നല്ല രീതിക്ക് ഇവളെ വിഷമിച്ച് ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. ഉമ്മയും വാപ്പയും കൂടെ വാന്നും പറഞ്ഞ് കരഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ തന്നെ ഇവർ ബസ് കയറി പോയി അങ്ങോട്ട്. റിസപ്ഷനിൽ ഒരു കുട്ടി മാത്രം കേട്ടിട്ടുണ്ട് അവരെന്താ സംസാരിച്ചതെന്നൊക്കെ. അത് അവർ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ച് മാനേജറിന്റെ മൂത്താപ്പായോ കൊച്ചാപ്പായോ അങ്ങനെ ആരുടെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ ഇതില് ഈ വീട്ടുകാർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് ഇത് ആദ്യമായിട്ടല്ല അവിടെ നിന്ന് ഹരാസ്മെന്റ് ഫേസ് ചെയ്യുന്നതെന്നാണ്. ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് ഈ കുട്ടിയുടെ പാരൻസ് അവിടെ ചെന്ന് മാനേജ്മെന്റിനോടും ആ കുട്ടി ഏത് ഡോക്ടറിൻ്റെ അണ്ടറിലാണോ ഉണ്ടായിരുന്നത് ആ വ്യക്തിയോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി ഈ കടുങ്കൈ ചെയ്തിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിക്ക് ബോധമില്ല. ഈ ഹോസ്പിറ്റലിലേക്ക് അല്ല കൊണ്ടുപോയി, കുട്ടി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അല്ല ഈ കുട്ടിയെ കൊണ്ടുപോയത്. ഈ മാനേജറിന്റെ ബന്ധുവിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു വേർഷനാണ് ഈ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? എൻ്റെ മൈൻഡിൽ തോന്നിയ അതേ കാര്യമായിരിക്കും. കാരണം ഒരാളെ ഈ കടുങ്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ പ്രഷർ ചെയ്ത് പ്രേരിപ്പിച്ച് വിട്ടിട്ട് പിന്നെ ഈ സംഭവം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും അവിടെ കളിക്കുക എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തെണ്ണിപ്പത്രണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടിൽ ഞാൻ പറയുന്നു, നമ്മളെ നാട്ടിൽ എത്ര പേര് കാണും ഇതേപോലെ പ്രഷർ അനുഭവിച്ച് ഒരു വർക്ക് പ്ലേസിൽ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവരുടെയൊക്കെ ഇങ്ങനത്തെ മാനേജ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ അവരുടെയൊക്കെ ഒരു സംഗതി എന്താ പറയുമോ, നമ്മുടെ അടിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് എന്ത് പണി എത്ര നേരം എടുപ്പിക്കുക, എത്ര ലോഡ് എടുപ്പിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവർക്കൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ ചോദിക്കാനും പറയാനും പാർട്ടിക്കാരും അവരുടെ കുറേ സബ്ബായിട്ടുള്ള കുറേ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്കൊന്നും മിണ്ടാനില്ലേ ഇതിനകത്ത്? അറ്റ്ലീസ്റ്റ് അത് പോട്ടെ, നാട്ടുകാർ, പള്ളി കമ്മിറ്റി, വേറെ കുറേ ടീമുകൾ കാണുമല്ലോ. അല്ലെങ്കിലും കുറേ വേറെ വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ കുറേ ചോദിച്ചിറങ്ങാൻ കുറേ ടീമുകൾ കാണും. ഇവിടെ ഒന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല. കാരണം എന്താ? ഇതിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത്രയും പവർഫുള്ളായിട്ട് ആ നാട്ടിലെ കുറ്റിപ്പുറത്തെ തന്നെ മെയിൻ ടീമുകളാണ്. അതുകൊണ്ട് ആരും ഇറങ്ങൂല. നേരത്തെ ഞാൻ വെച്ച ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഇറങ്ങിപ്പോയൊരു സ്റ്റാഫ്, അവർ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോയും കൂടി വെച്ചിട്ട് നമുക്ക് കാര്യം ക്ലോസ് ചെയ്യാം. രണ്ടാഴ്ച മുൻപ് അവിടെ റിസപ്ഷനിൽ ഇഷ്യൂ ഉണ്ടായിട്ട് റിസപ്ഷനിൽ എല്ലാവരും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ HR പോയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ HR സോൾവ് ചെയ്ത് കുഴപ്പമില്ല. അതും ഈ GM ചീത്ത പറഞ്ഞിട്ട് തന്നെയായിരുന്നു. ഷൗട്ട് ചെയ്ത് പേഷ്യൻസിൻ്റെയും അതുപോലെ റെപ്പുമാരെയും മുന്നിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക, ഞങ്ങൾക്ക് ഇനി നാളെ മുതൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. HR അത് സോൾവ് ചെയ്തിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും ജോലിക്ക് കയറിയിട്ടുള്ളത്. പിന്നെ റിസപ്ഷൻ അവർ താഴത്തെ പേഷ്യൻസ് പുറത്തിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക. നമ്മളിപ്പോൾ പീരിയഡ്സ് ടൈമിൽ ഇനിയിപ്പോൾ ഒന്ന് പാഡ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ബുക്കിൽ എഴുതി വെച്ചിട്ട് പോവുക. അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ തീരെ യൂസ് ചെയ്യാൻ പാടില്ല. ലഞ്ച് ടൈമിൽ ആ ഫുഡ് കഴിക്കണ സമയത്ത് മാത്രം ഒന്ന് നോക്കുക, അല്ലാതെ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളെ സംസാരം ഒരു ടൈപ്പ് സംസാരം, ഒലക്കയുടെ മൂഡ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് സംസാരം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. GM മാത്രം ഒരിക്കലും കുറ്റം പറയരുത്. കാരണം GM ഇപ്പോൾ ഇവിടെ കുറ്റിപ്പുറം ഈ സൂറത്ത് ടെക്സ്റ്റൈൽസിൻ്റെ ഓണർ, സീനത്തിൻ്റെ ഓണർ, അതുപോലെ ഷിഫ മെഡിക്കൽസിൻ്റെ ഓണർ, ഇവരൊക്കെയാണ് മാനേജ്മെൻറ്റിൽ മെയിൻ ആൾക്കാർ. ഇവർ ഡെയിലി അവിടെ വന്നു പോണവരാണ്. 3, 4, 5, 10 വട്ടമൊക്കെ ഹോസ്പിറ്റലിൽ വന്നു പോണ ആൾക്കാർ. ഹോസ്പിറ്റലിൽ നടക്കാനുള്ള പ്രോബ്ലം അറിയണില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കള്ളത്തരാണ്. അവർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്, ദൈനംദിനം നടക്കുന്ന പ്രവർത്തനങ്ങൾ GM ആണ് ഒരിക്കലുമല്ല. ഇവർ പറഞ്ഞിട്ട് ഇവർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴല്ലേ GM ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ അവർ ഒറ്റയ്ക്ക് ചെയ്യണില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നാട്ടിലെ മെയിൻ പുള്ളികളാണ് ഇതിൻ്റെ തലപ്പത്തുള്ളത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ കൂടുതൽ മുന്നോട്ട് പോയാൽ തന്നെ ഈ GM കാര്യങ്ങൾ ഒതുങ്ങും. അത് GM ഒതുങ്ങും എന്നുള്ളത് സംശയമാണ്. കാരണം ഇവരെ ചമച്ചാപ്പണി എടുത്തിട്ട് ഇവർ കടിക്കാൻ പറയുമ്പോൾ കടിക്കും, കുരയ്ക്കാൻ പറയുമ്പോൾ കുരയ്ക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നായയായിട്ടാണ് ഈ GM വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൻ രക്ഷിച്ചെടുക്കാൻ അവർ നോക്കില്ലേ? കാരണം ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലീഗൽ പരിപാടി ഉണ്ടോ ഇല്ല എന്നുള്ളത് ആർക്കറിയാം? അങ്ങനെ നോക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണമെന്നാ, നമ്മളൊരു അസുഖം വന്ന്
വല്ലാത്തൊരവസ്ഥയിൽ മാനസികവും ശാരീരികവുമായിട്ട് രക്ഷിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുന്നത്. ആ ഹോസ്പിറ്റലിൽ ഡോക്ടറും നഴ്സുമാരും അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫുകളും അടക്കമുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ സാധാരണക്കാരനായിട്ട് ഉള്ളൊരു രോഗിക്ക് എന്തെങ്കിലും രീതിയിലുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഇവിടെ പബ്ലിക് സെക്ടർ ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിനെ കുറിച്ചിട്ട് നമുക്കറിയാം, കുറേ ദിവസമായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൈവറ്റ് ഇതേപോലെയുള്ള ഫെസിലിറ്റികൾ പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറിനകത്തും കുറേ ഹോസ്പിറ്റൽസിലൊക്കെ ഇതേപോലെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ നിർത്തിയിട്ട് പോകുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻഡ് ഓഫ് ദ ഡേ. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്, അതിന് കൂടുതലൊന്നുമില്ല. ബട്ട് നമ്മളെപ്പോലെയുള്ള നാട്ടുകാർ ഇതിനെതിരെ ഇറങ്ങി തിരിച്ചാൽ ഒരു കുട്ടിയുടെ ജീവിതം പോയി, ആ കുടുംബത്തിന് നഷ്ടം. ഇനിയും ഇഷ്ടംപോലെ കുട്ടികളുടെ ജീവിതം പോകുന്നതും കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പോകുന്നതും ഒക്കെ നമുക്ക് തടയാൻ പറ്റും. അതോ ഇനി ഇതിനെ എതിരെ പറഞ്ഞും സംസാരിച്ചും എതിർത്തും ഇറങ്ങുന്നവരെ വെട്ടി വീഴ്ത്തി അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാമെന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ ഗുണ്ടായിസം കാണിച്ച് പണത്തിൻ്റെയും മസിലിൻ്റെയും പവർ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വിലയ്ക്ക് പോകുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കേസിന് എനിക്ക് വിഷയമൊന്നുമില്ല. യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ മുതലാളിമാരെല്ലാവരും കൂടി കുറ്റിപ്പുറത്തുനിന്ന് കുറ്റിയും മറിച്ച് പോകുന്നു ഇന്നെ തീർക്കാമെന്നാണെന്നുണ്ടെങ്കിൽ തൊട്ടറ പാക്കല.